2K vibes, future minded. I'm just curious. ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാഡമിയുടെ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്താണ്? നമ്മൾ സാധാരണ ജെൻസി, ജെൻ ആൽഫ, ജെൻ ബീറ്റ ഇങ്ങനെയെല്ലാം വാതോരാതെ സംസാരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആക്ച്വലി 2K എന്നുള്ളത് ലൈക്ക് ഒരു പഴയ ജനറേഷനെയും അതുപോലെ തന്നെ ഫ്യൂച്ചർ വൈബ്സ് എന്ന് പറയുന്ന ഫ്യൂച്ചറിനെയും കൂട്ടിച്ചേർക്കുന്ന എന്തെങ്കിലും ബ്രിഡ്ജോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഐ എം ജസ്റ്റ് ക്യൂരിയസ്. നമ്മൾ ഓരോ സമയത്തും നമ്മൾ ജനറേഷനെ തരംതിരിച്ച് ഇപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷനുകളിൽ ഒന്നാണ് ഈ ജെൻസി അല്ലെങ്കിൽ ഈ ജനറേഷൻ വെച്ചിട്ടുള്ള ഈ ഡിവൈഡ് സംസാരം. നമുക്ക് ഓരോ സമയത്തുള്ള ഇപ്പോൾ ജെൻ എക്സ് ഉണ്ടായിട്ടുണ്ട്, 65 വരെ കണ്ടാണ് ജെൻ എക്സിനെ നമ്മൾ കാണാം. അതിനുശേഷം നമുക്ക് ജെൻ എം, ജെൻ സി, ഇപ്പോൾ ജെൻ ആൽഫ, ജെൻ ബീറ്റ. ഇപ്പോൾ 2025 ജെൻ ബീറ്റ പുതിയ ജനറേഷനാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പഴി കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ജെൻസി ആയിരിക്കും. അതിൻ്റെ ഒരു ഷെയർ ജെൻ ആൽഫയ്ക്കും ഉണ്ട്. ജെൻ സീനെ നമ്മൾ പൊതുവേ കാണുന്ന രീതി, ഇതൊരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജെൻസിയെക്കുറിച്ച് പറയാനുള്ളത് അവരുടെ ഒരു കൊള്ളരുതായ്മയായിരിക്കും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടാവുക. അതിന് റീസെൻ്റായിട്ട് ഡെവലപ്പായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസുകൾ വെച്ചിട്ടാണ്. അപ്പോൾ റീസെൻ്റായിട്ട് കേട്ടിട്ടുള്ള ഡ്രഗ് ഇൻസിഡൻസുകൾ, മേർഡർ ഇൻസിഡൻസുകൾ, അതുപോലെയുള്ള ഇത്തരം നെഗറ്റീവ് ഇൻസിഡൻസുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ജെൻസിയെ പലപ്പോഴും നമ്മൾ അഡ്രസ്സ് ചെയ്യാറുള്ളത്. പക്ഷേ ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാഡമി ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡർ എന്ന രീതിയിൽ ജെൻസിയുടെ ക്വാളിറ്റികൾ കൂടി പറയേണ്ടതുണ്ട് എന്ന ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം 2K വൈബ്സ് ഫ്യൂച്ചർ മൈൻഡഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ഡ്രഗ്സിൻ്റെ കാര്യം അല്ലെങ്കിൽ മേർഡറിൻ്റെ കാര്യം, ഇതെല്ലാം പഴയ ജനറേഷനിലും ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ജെൻസിക്ക് ഇത്രത്തോളം പഴി കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. What do you think? ഇത് നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് പറയാൻ നിരവധി ഇൻസിഡൻസുകളുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ജനറേഷനുകളും അടുത്ത ജനറേഷനെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളൂ, ബ്ലെയിം ചെയ്യാനാണ് ശ്രമിച്ചുള്ളൂ. അത് സ്വാഭാവികമായ ഒരു എനിക്ക് തോന്നുന്ന രീതിയാണ്. ജെൻ എക്സ് ജെൻ എമ്മിന് മേളിൽ കൊടുത്തിട്ടുള്ള ഒരു പ്രഷറുണ്ട്. അത് ജെൻ എമ്മുകാരത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. സിമിലർലി ജെൻ സി ഇന്ന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഈ ബ്ലെയിമുകളെല്ലാം ഇതിൻ്റെ ഒരു സൈക്കിളിൽ തുടരുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാം. അത് ജെൻസി മാത്രമാണ് ഈ സൈക്കിളിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ കുറ്റവാളികൾ അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർ എന്നില്ല. അത് ഓരോ കാലഘട്ടത്തിലും പുതിയ ജനറേഷൻ്റെ രീതികൾ അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ, അവരെ മനസ്സിലാക്കാൻ എടുക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്തിൻ്റെ ഇടയിൽ വരുന്ന ഡിസ്കഷൻസാണ് ഇതെല്ലാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇൻ പർട്ടിക്കുലർ ജെൻസിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കേൾക്കുന്നത് എന്താണ്? ജെൻസിക്ക് ഷോർട്ട് ടെമ്പേർഡാണ്, ഔട്ട് സ്പോക്കനാണ്, ക്ഷമയില്ലാത്തവരാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ തുറന്നടിച്ച് സംസാരിക്കുന്നവരാണ്. ഇത് ക്വാളിറ്റി ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. ജെൻസിയുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് ഇതൊക്കെ എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ചോദിക്കുക, അവൻ പറയുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ സംഗതിയായിട്ടാണ് കാണുന്നത്. ഇത് പരിചയമില്ലാത്ത ഒരു ജനറേഷൻ ഇപ്പുറത്തുണ്ട്. ഇത് പരിചയമില്ലാത്തതെന്ന് വെച്ചാൽ അവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരു തുറന്നു പറച്ചിലുണ്ടായിട്ടില്ല, അങ്ങനെ തുറന്നു പറയാൻ പ്ലാറ്റ്ഫോമുകൾ പലപ്പോഴും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇത്രയും കൂടുതൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാലത്ത് ജെൻസി ഉപയോഗിക്കുന്ന പോലെയുള്ള അല്ലെങ്കിൽ ജെൻസി കിട്ടിക്കൊണ്ടിരുന്ന ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ടാവുന്നില്ല. എന്ത് കാരണം കൊണ്ടോ ഇതിന് തൊട്ട് മുമ്പുള്ളൊരു ജനറേഷന് ഇത്രയും എക്സ്പ്രസ് ചെയ്യാനും ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലെ ആളുകൾ വന്ന് ഇത് ചെയ്യുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഇതൊക്കെ തെറ്റായിട്ട് തോന്നുന്നു എന്ന് പറയുന്നൊരു രീതിയാണ്. പക്ഷേ മറ്റു ക്രിമിനൽ ആക്ടിവിറ്റീസ് ഏതെങ്കിലും ഒരു ജനറേഷന് മാത്രമായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ജനറേഷനിലും ഇത്തരം ഇൻസിഡൻസുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോ തലമുറയിലും
പുതിയ രീതിയിൽ കാണുന്നു, പുതിയ രീതിയിൽ നമ്മളത് കേൾക്കുന്നു, പുതിയ മീഡിയത്തിലൂടെ നമ്മളത് കാണുന്നു എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ. കൂടുതൽ ചിലപ്പോൾ നമ്മളിത് കേൾക്കുന്നുണ്ടാവേക്കാം. ഇന്ന് ഇതിൻ്റെ റെക്കോർഡിക്കലി എണ്ണം കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസിഡൻറ്റുകൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇത് ഒരു വാർത്തയായി വരുന്ന മീഡിയങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ ഇത് കൂടുതൽ എണ്ണത്തിൽ നമ്മൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അത് നേരത്തെ എത്ര കേട്ടിട്ടില്ലാത്ത, പല കാരണങ്ങളുകൊണ്ടോ കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് ഇത് എണ്ണത്തിൽ കൂടുതലാണെന്ന് തോന്നിയേക്കാം. സജാദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞൊരു തലമുറയിൽ നോക്കുകയാണെങ്കിൽ ഒരു 100 പേജസ് അല്ലെങ്കിൽ 200 പേജസ് നോട്ട്ബുക്കിൽ കുത്തിപ്പിടിച്ചിരുന്ന് എഴുതിയാൽ മാത്രമേ ആ കുട്ടി മിടുക്കനോ മിടുക്കിയോ ആകുകയുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. പക്ഷേ കാലം പുരോഗമിച്ചതോടുകൂടി പുതിയ ജനറേഷനിലാണെങ്കിൽ അതെല്ലാം വേസ്റ്റ് ഓഫ് ടൈമാണ്. കൂടുതൽ ഗാഡ്ജറ്റ് ഫ്രണ്ട്ലി ആകാനാണ് ശ്രമിക്കുന്നത്. ദേ ട്രൈ ടു ഡു സ്മാർട്ട് വർക്ക് റാദർ ദാൻ ഹാർഡ് വർക്ക്. പക്ഷേ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഒരു ഓൾഡർ ജനറേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് ഡു യു തിങ്ക്? ദാറ്റ്സ് റൈറ്റ്. ഇപ്പോൾ മൊത്തത്തിൽ ഈ എൻവയോൺമെൻ്റലി നമുക്കതിനെ പരിശോധിച്ചാൽ എല്ലാ സമയത്തും ഒരേ എൻവയോൺമെൻ്റ് അല്ല നിലനിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ തന്നെ എടുക്കാം. ലോകത്ത് ഓൾമോസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ട്. ദ വേ എനിത്തിങ് ആക്ച്വലി യു ട്രാൻസ്പോർട്ട് ഈസ് ചേഞ്ച്ഡ് ബൈ ഫാർ. ലൈക്ക് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ഇനിയൊരു 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ഒരു ഏരിയയാണ് ട്രാൻസ്പോർട്ട്. The way you watched a movie is changed. I mean, everything around you is changed. എല്ലാ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ലോകത്തെ കൂടുതൽ ആധികാരികമായി പഠിച്ച് അല്ലെങ്കിൽ ഒഫീഷ്യലി പഠിച്ച് മനസ്സിലാക്കുന്നൊരു സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷനാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ആ കോണ്ടൻറ്റിനകത്തുള്ള വ്യത്യാസങ്ങൾ എത്രത്തോളം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കോണ്ടൻറ്റുകൾ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് പരിശോധിച്ചാൽ നമുക്കിതിന് ഏറെക്കുറെ ഉത്തരം കിട്ടും. ഒരു 200 വർഷം പഴക്കമുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്ക് നിലനിൽപ്പുള്ളത്. ബാക്കി എല്ലാം മാറുകയും എഡ്യൂക്കേഷൻ പദ്ധതികൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മെത്തഡോളജികൾ, കോണ്ടൻറ്റുകൾ, ആ സംവിധാനം, ഒരു ക്ലാസ് റൂമിലോട്ട് ഒരു അധ്യാപകൻ വരുന്നത് മുതൽ, പഠിപ്പിക്കുന്ന രീതി മുതൽ, ഒരു കുട്ടി അത് ബൈഹാർട്ടാക്കി പഠിക്കുന്നത് മുതൽ, പരീക്ഷാ പേപ്പറിനകത്ത് ഇത് എഴുതി മാർക്ക് മേടിച്ച് ജയിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിനകത്തൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു കുട്ടി കാണുന്നത് എന്താണ്? അവൻ ജനിച്ച് വളർന്ന സമയത്ത് ഒരുപാട് ഇൻഫർമേഷൻ ലോകത്തിൻ്റെ ഭാഗത്തു നിന്ന്, വ്യത്യസ്തമായ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ ആളുകളെക്കുറിച്ച് അവൻ കാണുകയും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവനക്ക് ലഭിക്കുകയും നമ്മുടെ നാട്ടിലുള്ള പരിമിതമായ എഡ്യൂക്കേഷൻ സംവിധാനം വെച്ച് അവൻ വിലയിരുത്തുകയും ചെയ്യും. ഇൻ റിസൾട്ട് കുട്ടിയുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു കൺക്ലൂഷൻ ഇതായിരിക്കും: ഈ നാട്ടിലുള്ള എഡ്യൂക്കേഷനൊക്കെ ഔട്ട്ഡേറ്റഡ് ആണെന്നും ഈ സംവിധാനങ്ങളെല്ലാം ഒരു നെയിം സേക്കിൽ പ്രവർത്തിക്കുന്നതാണെന്നും ഏറ്റവും നല്ല സംവിധാനങ്ങളുള്ള രാജ്യത്തെ അല്ലെങ്കിൽ ആ ആളുകളെ ആ തത്വത്തിൽ അംഗീകരിക്കുകയും അനുകരിക്കാനും ശ്രമിക്കും. ഇത് പരിചയമില്ലാത്ത മറ്റൊരു സമൂഹം, കാരണം ഇങ്ങനെ അല്ല ഈ ഫങ്ഷൻ നടക്കുന്നത് എന്ന് ഉറപ്പാവുന്ന ഒരു സമൂഹമുണ്ട്. അവരാണ് നമ്മുടെ തൊട്ടു മുന്നിലുള്ളൊരു ജനറേഷൻ എന്ന് പറയുന്നത്. അവർക്കിത് പരിചയമല്ല, അവർ ഇത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നില്ല. അവർ ഒരു പക്ഷേ മാക്സിമം കാണുന്നുണ്ടാവും ഇൻഫർമേഷൻ വാട്സപ്പ് ഫോർവേഡുകളായിരിക്കും. ഈ വാട്സപ്പ് ഫോർവേഡുകൾ മാത്രം കാണുന്ന ആളുകൾക്ക് ഈ ജെൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പല മെത്തേഡുകളും, എഡ്യൂക്കേഷൻ സംവിധാനത്തിലുള്ള മെത്തേഡുകളും, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള എഡ്യൂക്കേഷൻ രീതികളും അത്ര ആവശ്യമുള്ളതായി തോന്നണമെന്നില്ല. സ്വാഭാവികമായും അവിടെ ഒരു ഡിവൈഡ് സംഭവിക്കും. തൊട്ടു തലമുറയുള്ള ആളുകളുടെ കാഴ്ചപ്പാടിന് അനുസരിച്ച് ജെൻസിയുടെ കാഴ്ചപ്പാട് വരില്ല. എഡ്യൂക്കേഷനകത്ത് ഇത് വലിയ കാര്യമായി സംഭവിച്ചിട്ടുണ്ട്. എഡ്യൂക്കേഷനകത്ത് സംഭവിക്കുന്നത് വലിയ അർത്ഥത്തിൽ നമുക്ക് ദോഷം ചെയ്യും. നമ്മുടെ എല്ലാം ഔട്ട്ഡേറ്റഡ് ആണ് എഡ്യൂക്കേഷനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പുറം കറിക്കുലം ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ഡിഗ്രി 2025 ഉപയോഗപ്രദമായ 100% കണ്ടൻറ്റുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാം കണ്ടുപിടിക്കാൻ ഭയങ്കര പണിയായിരിക്കും. ഒത്തിരി പാടാണത്. അങ്ങനെ ഇല്ല. നമുക്ക് ഉള്ള എല്ലാ എഡ്യൂക്കേഷൻ പദ്ധതികളും ഔട്ട്ഡേറ്റഡ് ആണ്. ടീച്ചിങ് മെത്തേഡുകൾ ഔട്ട്ഡേറ്റഡ് ആണ്.
പക്ഷേ ഒരു പുതിയ കാഴ്ചപ്പാടുള്ളൊരു കുട്ടി കോളേജിൽ പോയി പഠിക്കുന്ന ഔട്ട്ഡേറ്റഡ് ആയ സംഗതികൾ പുതിയതായി വരേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് ഈ മാറ്റങ്ങൾ സംഭവിക്കും തീർച്ചയായിട്ടും. അതായത് ഒരു ഡൈനാമിക് എൻവയോൺമെൻ്റ് ആണ് നമ്മളുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് ഇവിടെ. പഴയ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പോൾ പണ്ടത്തെ കാലത്ത് ഗുരുകുല സിസ്റ്റം എല്ലാം പറഞ്ഞിരുന്നു, ആ സിസ്റ്റത്തിന് ഒരിക്കലും ഒരു പ്രശ്നമില്ല. പക്ഷേ അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ രീതികളിലാണ് മാറ്റം വരേണ്ടത് അല്ലേ? ആക്ച്വലി ഗുരുകുലം, ടു മീ ഗുരുകുലം വാസ് നോട്ട് ആൻ എക്സെപ്ഷണൽ മെത്തേഡ്. കോൺസെപ്റ്റ് ഓഫ് ഗുരുകുലം ഈസ് ലോകത്തെ അറിയുക എന്നുള്ളതാണ്. ആക്ച്വലി അവരുടെ മുന്നിൽ ഒരു മോഡലില്ലായിരുന്നു. അവർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഗുരുകുലത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ തിരയുക, കണ്ടെത്തുക, ഒരു കാഴ്ചപ്പാടിനെ സങ്കല്പിച്ച് അതിനെ അഡ്വക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗുരുകുലത്തിൻ്റെ. അത് അവിടെ നമുക്കൊരു ഗുരു വേണം, കുറേ ശിഷ്യന്മാർ വേണം, ഗുരു ആക്സെപ്റ്റ് ചെയ്യുന്ന ശിഷ്യന്മാർ വേണം. പക്ഷേ ഫാസ്റ്റ് ഫോർവേഡ് ടു ടുഡേ ഇതേ കോൺസെപ്റ്റ് നിലനിൽക്കുന്നു ക്ലാസ് റൂമുകളിൽ. ടീച്ചർ ഗുരുവായും മറ്റുള്ളവരെല്ലാം ശിഷ്യന്മാരായും ഇരിക്കുന്ന ഒരു കോൺസെപ്റ്റ് നിലനിൽക്കുന്നു. പക്ഷേ ഈ ശിഷ്യന്മാരുടെ മനസ്സിൽ ഈ ശിഷ്യത്വം ഇല്ല. ശിഷ്യന്മാരുടെ മനസ്സിൽ അവർ ഇൻസ്റ്റാഗ്രാം റീൽ തുറക്കുന്ന സമയത്ത് കാണുന്ന അമേരിക്കയിലെ ഒരു ക്ലാസ് റൂമാണ് അവൻ ഇന്നലെ കണ്ടിട്ടുള്ളത്. കാനഡയിലെ ഫ്യൂച്ചർ എഡ്യൂക്കേഷനെ കുറിച്ചാണ് വായിച്ചിട്ടുള്ളത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നാളെ ഇരിക്കുന്ന ക്ലാസ് റൂം നമ്മൾ ഈ ഗുരുകുലത്തിൻ്റെ ഫ്രെയിം വർക്കുള്ള, എന്നാൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഔട്ട്ഡേറ്റഡ് ആണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ക്ലാസ് റൂമാണ് അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര കൺഫ്യൂഷൻ കുട്ടികളുണ്ടാക്കും. കുട്ടി എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷനിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അതൊരിക്കലും കുട്ടിക്ക് കിട്ടില്ല, അത് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. പാരൻറ്റിങ്ങും നമ്മുടെ എഡ്യൂക്കേഷനും വലിയ ഘടകമാണ് നമ്മൾ ഇന്ന് ഈ ജെൻസി അല്ലെങ്കിൽ കേൾക്കുന്ന പഴിക്ക് കാരണമായിട്ടുള്ളത്. അപ്പോൾ തത്വത്തിൽ ജെൻസി ഒറ്റയ്ക്ക് ബ്ലെയിം എടുക്കാൻ കഴിയില്ല. പകരം അവരെ ഈ രീതിയിലോട്ട് എത്തിച്ച പാരൻറ്റിങ് ഇതിന് വലിയ കാരണമാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം വലിയൊരു കാരണമാണ്. സോ കോവിഡിന് നമ്മളിപ്പോൾ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ, കോവിഡിന് മുമ്പും പ്രീ കോവിഡ് ഇറ ആൻഡ് പോസ്റ്റ് കോവിഡ് ഇറ, അത് കുട്ടികളിലുണ്ടാക്കിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് എന്താണെന്നാണ് സജാദിന് തോന്നുന്നത്? കോവിഡ് എഡ്യൂക്കേഷനിൽ മാത്രമല്ല, കോവിഡ് എല്ലായിടത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പൊതുവേ കേൾക്കുന്ന വെച്ചാൽ കോവിഡ് ഒരു വൈറസ് വന്ന് നമ്മളെല്ലാം പഠിപ്പിച്ചു എങ്ങനെ വീട്ടിൽ ഇരിക്കാം, അല്ലെങ്കിൽ ബാക്കിയെല്ലാം നിർത്തി വെച്ചിട്ട് എങ്ങനെ അടങ്ങിയിരിക്കാം എന്ന് പഠിപ്പിച്ചു എന്നുള്ളത്. നമ്മളെല്ലാം വലിയ തിരക്കുകളിൽ നിന്നൊക്കെ മാറ്റിയിട്ട് ചുമ്മാ ഇരിക്കാനും നമുക്ക് പറ്റും എന്ന് കോവിഡ് പഠിപ്പിച്ചതുപോലെ ഇതിൻ്റെ മറ്റൊരു വശം ഉണ്ട്. നമ്മുടെ ഒന്നും ഇതിനു മുമ്പ് നമുക്ക് പരിചയമുള്ള തലമുറകൾക്കൊന്നും പറയാൻ കഴിയാത്ത ഒരു എക്സ്പീരിയൻസ് ഈ ജെൻസികൾക്ക് പറയാനുണ്ടാവും. അവരുടെ നല്ല സമയത്ത്, അവർ ഓടി നടക്കേണ്ട സമയത്ത്, അവരുടെ സ്കൂളുകളുടെ ഏറ്റവും കണക്ഷൻസ് ഉണ്ടാക്കേണ്ട സമയത്ത് അവർ വീടുകളിലിരിക്കുമായിരുന്നു. അവരവരുടെ ഒന്നോ രണ്ടോ വർഷം ഈ സൂമുകൾ ഉപയോഗിച്ച് ക്ലാസ് റൂം അല്ലെങ്കിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യായിരുന്നു. ആ സമയത്ത് ക്ലാസ് റൂം അറ്റൻഡ് ചെയ്യുന്നതിനപ്പുറം ഇവർ കൂടുതൽ ഈ ഗാഡ്ജറ്റ്സുമായി കണക്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം കൂടിയാണത്. ഇത്രയും കൂടുതൽ സമയം സ്ക്രീൻ ടൈം കിട്ടിയ മറ്റൊരു തലമുറ ഉണ്ടായിട്ടുണ്ടാകുന്നില്ല. ഒന്ന്, ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയം, ഇൻ്റർനെറ്റ് ഇത്രയും സുലഭമായി ലഭിക്കുന്നൊരു കാലഘട്ടം. ആ സമയത്ത് മറ്റൊരു ജോലിയുമില്ലാതെ 2 വർഷത്തോളം വീടിനകത്ത് ഒരു ഗാഡ്ജറ്റും പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ നമുക്ക് സങ്കല്പിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം എത്രത്തോളം പുതിയ അറിവുകൾ നേടിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ കോവിഡിന് ശേഷം ജെൻസികളുടെ കാഴ്ചപ്പാട് അത്യധികം മാറിയിട്ടുണ്ടാവും, വലിയ അളവിൽ മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഇൻഫർമേഷൻ, അതൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് കൂടിയാണ്, അതൊരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് കൂടിയാണ്. ഈ കോവിഡ് സമയത്ത് 2 വർഷം കുട്ടികൾ വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് വെറുതെ ഒരു എഡ്യൂക്കേഷൻ കിട്ടൽ മാത്രമല്ല, നമ്മൾ ഒഫീഷ്യലി കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പഠിക്കൂ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ഒഫീഷ്യലി സമയം കൊടുത്ത സമയമാണ്. കുട്ടികൾ ഇത് വെച്ച് ഉപയോഗിച്ചു, പഠിച്ചു. അതിനുശേഷം വന്ന കാഴ്ചപ്പാടുകളിലുള്ള വ്യത്യാസങ്ങളിലാണ് ഒരു പക്ഷേ നമ്മൾ ഈ കാണുന്ന വലിയ ഔട്ട്സ്പോക്കൺ ആയി എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ ഒരു രീതി. ടു മീ ഇറ്റ് ഈസ് പോസിറ്റീവ്. കാരണം ഒരു തലമുറയിലെ ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ സോഷ്യലി ഇൻവോൾവ് ആയിട്ട് സംസാരിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പുതിയ ഈ കുട്ടികൾ, ജെൻസി എന്ന് പറയുന്ന കാറ്റഗറി കുട്ടികൾ, അവർ പണ്ടത്തെ ആളുകളെ പോലെ ഒന്നുമല്ല. അവർ എന്തെങ്കിലും കാര്യം കൊള്ളൂല്ലെങ്കിൽ അവർ കൊള്ളൂല എന്ന് പറയും. അവർക്കിത് വേണമെങ്കിൽ അത് വേണം എന്ന് പറയും. പിന്നെ ചില ഡിമാൻഡുകൾ അവർക്കുണ്ട്.
അത് നമ്മുടെ കാഴ്ചയിൽ ഇത് ആവശ്യപ്പെടുമ്പോഴേക്കും ആ കുട്ടിക്ക് വേണമല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ കുട്ടികൾ പെരുമാറും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇതൊരു റോങ് പാരൻറ്റിങ്ങിലോട്ടാണ് നമ്മളിതിനെ റൂട്ട് കോസായിട്ട് കാണുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ കുഞ്ഞെന്തെങ്കിലും ആവശ്യപ്പെടുന്ന നമ്മൾ എന്താ ചെയ്യാറ്? ആവശ്യപ്പെട്ട് ഉടനെ നമ്മളത് കൊടുക്കില്ല. കുട്ടി രണ്ടാമത് ആവശ്യപ്പെട്ടോ കരഞ്ഞോ ആവശ്യപ്പെടുന്ന സമയത്താണ് നമ്മളതിനെ കൊടുക്കുന്നത്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം ദ ചൈൽഡ് വിൽ അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ഒരു സാധനം മേടിച്ചെടുക്കേണ്ടതെന്ന്. കുട്ടി അതിലൂടെ അതൊരു ലേണിംഗ് പ്രോസസ്സാണല്ലോ. അപ്പോൾ കുട്ടി എപ്പോഴും മനസ്സിലാക്കുന്നത് ശബ്ദമുണ്ടാക്കിയാൽ കരഞ്ഞാൽ ആ കാര്യത്തെ ലഭിക്കും അല്ലെങ്കിൽ അതിനെ കിട്ടും എന്ന് തിരിച്ചറിയുന്ന കുട്ടി പിന്നീട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ മുഴുവൻ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ജെൻസി എന്തെങ്കിലും ഒരു സാധനം ആവശ്യപ്പെടുന്ന സമയത്ത് ത്രെട്ടൻ ചെയ്യുന്നതും അതുപോലെ കരച്ചിലിന് മറ്റു എന്തെങ്കിലും കാര്യങ്ങൾ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വളരെ ചെറുപ്പം മുതലേ ഇവരെ ഡെവലപ്പ് ചെയ്ത രീതി കൂടിയാണ്. അപ്പോൾ നമ്മൾ അവസാനം വന്ന് ഇവനെന്താ ഇങ്ങനെ ത്രെട്ടൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവൻ ശബ്ദമുണ്ടാക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായിട്ടും ജെൻസി ഏതൊരു തലമുറക്കും ചില ക്വാളിറ്റീസ് അങ്ങനെ ഉണ്ടാവും. അതിനകത്ത് ഇവരെ വളർത്തി ഇങ്ങനെയാണ് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ ലഭ്യമാക്കുക എന്ന് പറയുന്നത് ഈ പാരൻറ്റിങ്ങിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. അതിന് ജെൻസിയെ മാത്രം ബ്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ശരിയല്ല. സോ കമ്മിങ് ബാക്ക്, നമ്മൾ കോവിഡിൻ്റെ കാര്യം പറഞ്ഞു. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇൻഫർമേഷൻ ഓവർലോഡ് അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുകയാണെങ്കിൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം. അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നപ്പോഴത്തേക്കും ഒരുപാട് ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടായി. ഇനി നമ്മൾ അടുത്ത ലെവലിൽ നോക്കുകയാണെങ്കിൽ ജോബ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇവരുടെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഇൻഫർമേഷൻ ഓവർലോഡും പിന്നെ ഇതിൻ്റെ അടുത്തുപോലും എത്താത്തൊരു ജോബ് മാർക്കറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് സിങ്ക് ആവുന്നത്? ഒരിക്കലും സിങ്ക് ആവില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ജോലികൾക്ക് വലിയ അളവിൽ മാറ്റങ്ങൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സേ മാറിയിട്ടുണ്ട്. ഒരു സമയത്ത് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നതിനെ വലിയ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇപ്പോൾ ഏറെക്കുറെ കമ്പനികൾ അത് കണ്ടിന്യൂ ചെയ്യാത്ത സ്ഥാപനങ്ങളുണ്ട്. ജോലികളുടെ സ്വഭാവം അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന രീതികൾ, റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 80s അല്ലെങ്കിൽ 70s ഗ്രാജുവേറ്റ് ഒരു മാനേജറായിട്ടൊരു സ്ഥാപനത്തിന് ഇരിക്കുകയും തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എത്രത്തോളം ഉണ്ടാവും. നമ്മൾ ഈ ജെനെക്സ് കാറ്റഗറിയിലാണ് അവരൊക്കെ വരുന്നത്. ഈ ജെനെക്സ് കാറ്റഗറിയിലുള്ള ഒരു മാനേജർ ഒരു ടീം ലീഡറുടെ കീഴിൽ 2024 ജോയിൻ ചെയ്യുന്നൊരു ജെൻസിക്ക് അല്ലെങ്കിൽ 2025 ജോയിൻ ചെയ്യുന്നൊരു ജെൻസിക്ക് അദ്ദേഹത്തിൻ്റെ വാല്യൂസുമായി മാച്ച് ചെയ്യണമെന്നില്ല. അത് ഈ വാല്യൂസ് മാച്ച് ചെയ്യാണ്ടിരിക്കുന്നത് മാത്രമല്ല പ്രശ്നം. പുതിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 2024, 2025, 2026 ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾ, ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ ക്വാളിറ്റീസ് അനലൈസ് ചെയ്യപ്പെടുന്നില്ല. അവർക്ക് എത്രത്തോളം പുതിയ രീതിയിൽ ജോലി ചെയ്യാൻ കഴിയുമെന്ന് അനലൈസ് ചെയ്യപ്പെടുന്നില്ല. പകരം നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പൊതുവേ ചെയ്തത് എന്താണ്? ദർ ഇസ് എ സേയിങ് കോൾഡ് ദ ചിൽഡ്രൻ ഗ്രോ ഔട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി എന്നാണ്. കുട്ടികൾ ക്രിയേറ്റീവായിരുന്നു, പക്ഷേ അവർ വളർന്നു വന്ന സമയത്ത് ക്രിയേറ്റീവ് അല്ലാണ്ടായി മാറി. നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് കുട്ടിയെ അതിനകത്തൂടെ കടത്തിവിടാൻ ശ്രമിച്ചു. അവരെ ക്രിയേറ്റീവ് ഒക്കെ നഷ്ടപ്പെടുത്തും. ഇതേപോലെ പുതിയ കാലഘട്ടത്തിൽ ജോലിക്ക് വരുന്ന കുട്ടികളുടെ കയ്യിൽ ഒരുപാട് കഴിവുകളുണ്ട്. അവർക്ക് ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്, പുതിയ വാല്യൂസ് ഉണ്ട്. പക്ഷേ ഒരു ഓൾഡ് സ്കൂൾ ലീഡറുടെ മുന്നിൽ ഈ ജെൻസി എത്തിപ്പെടുകയും ഓൾഡ് സ്കൂൾ ലീഡർക്ക് കഴിഞ്ഞ 30 വർഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ടാവും. അത് അയാളുടെ ഒരു പാറ്റേൺ ആണ്, അയാളുടെ ഒരു കംഫർട്ട് സോണാണ്. ഈ കംഫർട്ട് സോൺ തീർച്ചയായിട്ടും തുടർന്നും കൊണ്ടുപോകാൻ അയാൾ ശ്രമിക്കും. ആ സമയത്ത് ജെൻസിക്ക് ഇത് താല്പര്യം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ജെൻസിയുടെ മുന്നിൽ ഇതിനേക്കാളും ബെറ്റർ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ഞാനത് ജെൻസിനെ മാത്രം പറയുന്നല്ല, ഇനി വരുന്ന തലമുറകളൊക്കെ ഇത് തന്നെ ആയിരിക്കും അനുഭവിക്കാൻ പോകുന്നത്. അവിടെ ഒരു ചെറിയ ക്ലാഷ് ഉണ്ടാവും, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ഇന്ന് ജോലിയിൽ ജെൻസി അല്ലെങ്കിൽ പുതിയ തലമുറയിൽ ജോലി ചെയ്യുന്ന ആളുകളെ എത്രത്തോളം ഇവരെ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അവരെ കഴിവുകൾ എത്രത്തോളം ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നോക്കി പരിശോധിച്ചാൽ നമുക്കറിയാം. ഏറെക്കുറെ ഈ ചെറിയ സ്റ്റാർട്ടിങ് ജോബുകൾ 10,000 രൂപയുടെയും 15,000 രൂപയുടെയും ഒക്കെ ജോലികൾ കൊടുത്ത് ഇവരൊരു പുതിയ ആളുകളാക്കി മാറ്റി. എന്നാൽ ഈ സിസ്റ്റത്തിൻ്റെ
ഏറ്റവും ലൈൻ ഷെയർ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അവർ. പക്ഷെ അവരെ വലിയ റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു ചെറിയ ടാസ്ക് കൊടുക്കുകയും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഓൾഡ് സ്കൂൾ മെത്തേഡുകളും തിയറീസും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ഈ കുട്ടികളെ കൊണ്ട് അവരെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാൻ കഴിയാതെ പഴയ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യിപ്പിക്കുന്ന രീതികളാണ് എംപ്ലോയ്മെൻറ്റിലും സംഭവിക്കുന്നത്. ഇൻ ടോട്ടൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എഡ്യൂക്കേഷൻ വളരെ കൃത്യമായി നടക്കും. ഒരു കുട്ടിയോട് ചോദിച്ചാൽ അവൻ ഗ്രാജുവേറ്റ് ആയിരിക്കും. അയാൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ഗ്രാജുവേഷൻ എടുക്കുക എന്ന് പറയുന്നത്. എല്ലാ പാരൻറ്റും കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വൈസാണ് ഒരു കാലം വരെ നമ്മൾ കേട്ടിട്ടുള്ളത്, ഗ്രാജുവേഷൻ കഴിഞ്ഞ് നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ എന്നുള്ളതാണ്. അപ്പോൾ കുട്ടി ഗ്രാജുവേറ്റ് ആണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഇനി വാട്ട് ഈസ് നെക്സ്റ്റ്? കുട്ടിക്ക് ജോലി ചെയ്യാൻ കഴിയുമോ? നമ്മളെ നാട്ടിൽ BCom പഠിച്ചൊരു കുട്ടി ഇമ്മീഡിയറ്റ്ലി അടുത്ത എടുക്കാൻ പോകുന്ന കോഴ്സ് ഏതായിരിക്കും? ടാലി ആയിരിക്കും. കാരണം 3 വർഷം ആധികാരികമായി ഒരു കോളേജിൽ ഇരുന്നു കൊണ്ട് BCom പഠിച്ചിട്ടും കുട്ടിക്ക് 3 മാസത്തെ ടാലി കോഴ്സ് പ്രൈവറ്റ് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാൽ മാത്രമേ അവന് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. അപ്പോൾ കുട്ടി ഈ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഒരു ജോലിക്ക് പോവുകയും കുട്ടി ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ ഉത്തരവാദിത്വവും കുട്ടി ചെയ്യുകയും കുട്ടി തിരിച്ചറിയാണ് എനിക്ക് വേണ്ട ക്വാളിറ്റീസ് ഒന്നും സ്കൂളുകളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ കിട്ടിയിട്ടില്ല. സ്വാഭാവികമായും കുട്ടിക്ക് മനസ്സിലാവുന്ന ഈ സിസ്റ്റം മോശമാണ് എന്ന് തന്നെയാണ്. ഇനി വരുന്ന അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സൈഡ് അല്ലെങ്കിൽ എംപ്ലോയർ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയർക്ക് വേണ്ട രീതിയിൽ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കുമോ ഈ വരുന്നത്? ഒരിക്കലുമില്ല. എംപ്ലോയർ പലപ്പോഴും നോക്കുന്നത് ടെക്നിക്കൽ സ്കില്ലുകളെക്കാളും അല്ലെങ്കിൽ ആ ജോബ് ടൈറ്റിലിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസിനേക്കാളും കൂടുതൽ നോക്കുന്നത് ഇയാളുടെ മറ്റു രീതികളായിരിക്കും. ഇയാളുടെ സ്ലീപ്പ് പാറ്റേൺ, അതുപോലെ തന്നെ ഇയാളുടെ അത് പ്രൊഫഷണലിസം, സോ കോൾഡ് പ്രൊഫഷണലിസം. നമ്മൾ പറയുന്ന പ്രൊഫഷണലിസത്തിനൊരു വാല്യൂ ഉണ്ട്. ഞാൻ പറയുന്നത് അത് മാത്രമല്ല, ഓൾഡ് സ്കൂൾ തിയറികളിൽ നിന്ന് അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എങ്ങനെയാണ് മാനേജറെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മാനേജർക്ക് ഇമെയിൽ അയക്കുന്ന സമയത്ത് ബഹുമാനം കലർത്തേണ്ടത്, ഇതൊക്കെയാണ് ആക്ച്വലി ഓൾഡ് സ്കൂൾ മാനേജേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ന്യൂ കാൻഡിഡേറ്റിൽ നിന്നും. പക്ഷേ ന്യൂ കാൻഡിഡേറ്റ് നോക്കുന്ന അതല്ല, ആൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാവുക. ഇങ്ങനെയുള്ള ക്ലാഷുകളൊക്കെ ഉണ്ട്. സോ എഗെയിൻ ബ്ലെയിം ഗോസ് ടു ദി എഡ്യൂക്കേഷൻ സിസ്റ്റം. കാരണം പുതിയ തലമുറയിലെ പുതിയ ജോലികൾക്ക് പുതിയ രീതിയിൽ എങ്ങനെയാണ് ആ ജോലികളെ അഭിമുഖീകരിക്കേണ്ടത്, എങ്ങനെയാണ് അതിനു വേണ്ടി തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഏറെക്കുറെ എഡ്യൂക്കേഷൻ സിസ്റ്റം നടത്തി വന്നിട്ടില്ല. ഏറെക്കുറെ എന്നല്ല, തീരെ ചെയ്തിട്ടില്ല. അതിൻ്റെ റിസൾട്ടാണിത്. ഇപ്പോൾ ജെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ട് താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് ഫ്രീ ടൈം മാറ്റേഴ്സ് എ ലോട്ട്. മാത്രമല്ല അവർ പറയുന്ന ആ ജോലി വിട്ട് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് പല പാഷൻസ് എല്ലാം പെർസ്യൂ ചെയ്ത്, സേ ഫോർ എക്സാമ്പിൾ ഇൻഫ്ലുവൻസേഴ്സ്, പലരും അവരവരുടെ ജോലി കൂടാതെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുന്നുണ്ട്, ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഫ്രീഡം കൂടെ അവരെ കുറച്ചും കൂടെ കറേജിയസ് ആക്കുന്നില്ലേ? എക്സാക്ട്ലി. ഫിനാൻഷ്യൽ ഫ്രീഡം വലിയ അളവിൽ കറേജസ് ആക്കുന്നുണ്ട്. അതിന് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഡോക്ടർ ആദ്യം പറഞ്ഞതാണ്, അവരെ കയ്യിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇപ്പോൾ നമ്മൾ 2 വർഷം മുമ്പ് നമ്മളൊരു എക്സൽ ഷീറ്റിനകത്തൊരു ഡാറ്റ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ എത്രത്തോളം ഫോർമുലാസ് നമ്മൾ കൊടുക്കേണ്ടി വരും ഒരു വലിയൊരു ഡാറ്റ ഷീറ്റ് ഉണ്ടാക്കണമെങ്കിൽ? ആ വർക്ക് ബുക്കിനകത്ത് നമ്മൾ ഓരോരോ ഭാഗങ്ങളും ഓരോ ഫോർമുല ഇട്ടിട്ട് നമുക്കൊരു ഭംഗിയുള്ളൊരു റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ, നമുക്ക് ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ എക്സൽ ഷീറ്റിനകത്ത് ഡാറ്റ ഉണ്ടാക്കുന്നതിന് പറഞ്ഞാൽ അവരങ്ങനെ കുത്തിയിരുന്ന് ഡാറ്റ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അവർ വേണമെങ്കിൽ ChatGPT ഓപ്പൺ ചെയ്ത് ആ കമാൻഡ് കൊടുത്ത് അല്ലെങ്കിൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് അവർ ആ ഷീറ്റ് ഉണ്ടാക്കി തരും. നമ്മൾ 5 മണിക്കൂറും 6 മണിക്കൂറൊക്കെ കുത്തിയിരുന്ന് ചെയ്തിരുന്ന പല കാര്യങ്ങളും പുതിയ തലമുറയിലെ കുട്ടികൾ മിനിറ്റുകൾക്കകം ചെയ്തു തരും. എന്നിട്ട് അവർ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ മൈ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ അതിന് വേണ്ടി ഫെസിലിറ്റേഷൻ ചെയ്യുന്നുണ്ടോ? ആ ക്വാളിറ്റീസിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ കൂടുതലായി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ രണ്ടാമത്തെ പോർഷനിലോട്ട് വന്നാൽ, അവർക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആവാൻ ഇഷ്ടമാണ്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ സൊസൈറ്റിയിൽ ഇറങ്ങി നിന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. പൊളിറ്റിക്കലി കാര്യങ്ങൾ സംസാരിക്കാൻ ഇടപഴകാൻ ഇഷ്ടമാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവർ ആളുകളെ മുന്നിൽ എത്തിക്കൊണ്ട് തുറന്ന് സംസാരിക്കാൻ ഇഷ്ടമാണ്. അതിലൂടെ ഏർണിങ്സ് ഉണ്ടാക്കാൻ അവർക്ക് ഇഷ്ടമാണ്.
നമ്മൾ പലപ്പോഴും പല ജോലികളുടെയും സാലറി സംസാരിക്കുന്ന സമയത്ത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ക്വൈറ്റ് അട്രാക്ട്സ് ദം. കാരണം അവർ കാണുന്നത് ഇപ്പുറത്തെ സോഷ്യൽ മീഡിയയിൽ ഒരു ചാനൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 ലക്ഷം 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുക എന്നുള്ള കാഴ്ചപ്പാടുള്ള കുട്ടികളാണ്. സോ അതിനവർക്ക് കഴിയുകയും ചെയ്യും. പക്ഷേ ദ ക്വസ്റ്റ്യൻ ഈസ്, പുതിയ രീതിയിൽ ഈ ഏർണിംഗ് മെൻറ്റാലിറ്റി ഉള്ള, പുതിയ രീതിയിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, പെട്ടെന്ന് ലൈഫിൽ ഒരു സെറ്റിൽ ആവണം, അല്ലെങ്കിൽ എൻ്റെ ഫിനാൻഷ്യൽ എനിക്ക് ഫ്രീഡം ഉണ്ടാവണം, ഫിനാൻഷ്യൽ സേഫ്റ്റി ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്ന ഈ തലമുറയിലുള്ള കുട്ടികൾക്ക് നമ്മളുടെ ഭാഗത്ത് നിന്ന് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, അതിൽ ആ മാർഗം എളുപ്പമാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നോ, നത്തിങ്. ചെയ്യുന്നതിന് പകരം നമ്മളത് ബ്ലെയിം ചെയ്ത് അവരെ മാറ്റി നിർത്തുകയാണ് എന്നുള്ളതാണ്. കമ്മിങ് ടു ദി ഹോസ്പിറ്റൽ സൈഡ്, ഇപ്പോൾ നമ്മൾ പൊതുവായിട്ട് കാണുന്ന ജോലിക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജോലിക്കാരുടെ അവൈലബിലിറ്റി, അത് പല കാറ്റഗറി അവൈലബിലിറ്റി ഉണ്ട്, പല കാറ്റഗറി ജോലിക്കാരുടെ അവൈലബിലിറ്റി. ഇതിനെക്കുറിച്ച് ഡോക്ടർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ പുതിയ ജെൻസി തലമുറകളെക്കുറിച്ചും അല്ലാതെയും ആക്ച്വലി അവൈലബിലിറ്റി ഓഫ് ദി കാൻഡിഡേറ്റ്സ്. ഒരു എംപ്ലോയർ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ അവർ പല സ്കിൽ സെറ്റുകളും അസസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട സ്കിൽ സെറ്റ്, അവരുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ ഓക്കെ ആയിരിക്കാം. പക്ഷേ അത് കൂടാതെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില സ്കിൽ സെറ്റ്സ് ഉണ്ട്. കാരണം കമ്മിങ് ടു എ ബിസിനസ് പെർസ്പെക്റ്റീവ്, നമുക്ക് ആ സ്കിൽ സെറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മളൊരു കറൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആ സ്കിൽ സെറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്നും പഠിച്ച് വേറൊരു രാജ്യത്തെ ഒരു കൾച്ചറിൽ ജീവിക്കാൻ താല്പര്യപ്പെടുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു ജോബായിട്ട് വന്നു കഴിഞ്ഞാൽ പോലും പുറം രാജ്യങ്ങളിൽ എസ്പെഷ്യലി അതൊരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെയും കൂടെ ഭാഗമായിട്ടായിരിക്കാം ഒരുപാട് അട്രീഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ മുഴുവനും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, എസ്പെഷ്യലി ഇൻ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. അതൊരു വലിയ ഫാക്ടർ തന്നെയാണ്. സോ വാട്ട് ഐ ആം ട്രൈങ് ടു ആസ്ക് ഇസ് ലൈക്ക്, നമ്മളിപ്പോൾ അക്കാഡമി ഉണ്ട്, അക്കാഡമിയുടെ സൈഡിൽ നിന്നും ഇതിനെ ബ്രിഡ്ജ് ചെയ്യാൻ പാകത്തിൽ, അതായത് നമുക്ക് വേണ്ട കുറച്ച് സ്കിൽ സെറ്റ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പാകത്തിൽ അക്കാഡമിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലൈക്ക് വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ്? ഡോക്ടർ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണത്. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഹെൽത്ത് കെയർ ഫേസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രെയിൻ ഡ്രെയിൻ. വലിയ അളവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഈ എംപ്ലോയീസിനെ നമ്മളിവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളെ നാട്ടിലെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്, വലിയ പണം ചിലവാക്കി അവർ പുറത്തു പോയും പഠിക്കുന്നുണ്ട്. പുറത്തു പോയാൽ പഠിക്കുന്ന കുട്ടികൾ മിക്കവരും അവിടെ തന്നെ തങ്ങുവാണ്. ഇനി ഇവിടെ പഠിച്ച കുട്ടികളോ, ഒരു നല്ല ശതമാനം കുട്ടികൾ പഠിക്കുന്ന സമയത്തെ ഡ്രീം ചെയ്യുന്നത് ജർമ്മനി പോകണം, അയർലൻഡിൽ പോകണം, USA പോകണം, ഓസ്ട്രേലിയ പോകണം എന്നാണ്. ഇൻ റിസൾട്ട് നമുക്ക് അവൈലബിൾ ആയ ആളുകളുടെ എണ്ണം ഭയങ്കരമായും കുറഞ്ഞിട്ടുണ്ട്. ഇനി ആരെങ്കിലും ജോലിക്ക് കയറിക്കഴിഞ്ഞാൽ 1-2 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി പുറത്ത് പോവുക എന്നായിരിക്കും അവരുടെയും ചിന്ത. 2-3 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, നമ്മുടെ നാട്ടിലെ ഈ പാക്കേജ് സ്കെയിൽ ആക്ച്വലി അതുമായി ബന്ധപ്പെട്ടതാണ്. അത് മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ ആ രാജ്യത്തെ എക്സ്പെൻസുകൾ വെച്ച് താരതമ്യപ്പെടുത്തി നോക്കുന്ന സമയത്ത് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നൊന്നും നമുക്ക് കണക്കെടുത്ത് നോക്കിയാലേ പറയാൻ പറ്റൂ. പക്ഷേ എങ്കിലും ഒന്ന്, ഈ പേ സ്കെയിൽ ഇമ്പ്രൂവ് ആവുക എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മുടെ നാട്ടിലെ പേ സ്കെയിലുകൾ ഇനി ഇമ്പ്രൂവ് ആവാനുണ്ട്, വലിയ അളവിൽ ഇമ്പ്രൂവ് ആവാനുണ്ട്. 2, ആസ് എൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ, ആസ് എൻ അക്കാഡമി, ഈ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു അക്കാഡമിക് നോളജ് പ്രൊവൈഡർ ആവുന്നതിനപ്പുറം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനേക്കാളും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 21st സെഞ്ച്വറി സ്കിൽസ്, അത് പല രീതിയിലുണ്ട്. നമുക്ക് അഡാപ്റ്റബിലിറ്റിയെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഫീഡ്ബാക്ക് നൽകുന്നത് എങ്ങനെയാണ്, ഒരു ഫീഡ്ബാക്ക് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നെറ്റ്വർക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിങ്ങിലൂടെ ലഭിക്കാത്ത ഒരുപാട്, ഒരു റൊട്ടീൻ സ്കൂളിങ്ങിൽ ഒരു ടിപ്പിക്കൽ അക്കാഡമിക് പ്രോഗ്രാമിൽ ലഭിക്കാത്ത
ഒരുപാട് സ്കില്ലുകൾ കുട്ടികൾക്ക് മിസ്സാവുന്നുണ്ട്. അത് നൽകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പുതിയ ജനറേഷനെ നമ്മൾ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അവരെ ട്രാൻസ്ഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അവരെ കൈപിടിച്ച് സക്സസ്സിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ വെറും അക്കാഡമിക്സിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യമൊന്നുമില്ല. ദേ നീഡ് മോർ സ്കിൽസ്. നമ്മൾ ഇൻ ഷോർട്ട് വി കോൾ 21st century സ്കിൽസ്. ഇൻ ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാഡമി നമ്മുടെ ഓരോ കോഴ്സിൻ്റെയും കൂടെ മാൻഡേറ്ററി ആയിട്ട് കുട്ടികൾക്ക് നൽകുന്ന, കുട്ടികൾക്ക് അത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സെറ്റ് ഓഫ് സ്കിൽസാണ് ഈ 21st century സ്കിൽസ് എന്ന് പറയുന്നത്. അത് നിരവധിയുണ്ട്. ആസ് എ ഡയറക്ടർ ഓഫ് ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ, ഇപ്പോൾ ഡോക്ടർ നിരവധി കാൻഡിഡേറ്റ്സിന് ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ടാവും, അവരെ ട്രെയിനിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ടാവും. ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് പുതിയ തലമുറയിലെ കുട്ടികൾ ജോലിക്ക് വരുന്നത്? ഹൗ അബൌട്ട് ദം, ലൈക്ക് ഹൗസ് ദ ക്വാളിറ്റി? ഓക്കെ, നമ്മളിപ്പോൾ ഒരു റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ ജോലിക്ക് വരുന്ന ഒരു കാൻഡിഡേറ്റിനെ നോക്കിയാൽ ആ പെർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്പെർട്ടൈസ് നല്ലതായിരിക്കും. പക്ഷെ നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട കുറേ സ്കിൽ സെറ്റുകളുണ്ട്. എസ്പെഷ്യലി ഒരു 21st century ആഗ്രഹിക്കുന്ന ചില സ്കിൽ സെറ്റ്സ് ഉണ്ട് ഫ്രം ആൻ എംപ്ലോയർ പെർസ്പെക്റ്റീവ്. അത് പലപ്പോഴും ലാക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് നമ്മളത് കൊടുക്കുന്നുണ്ട്, ഇനീഷ്യൽ ട്രെയിനിങ് സെഷൻസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ആസ് എൻ എംപ്ലോയർ ഐ റിയലി വിഷ് ഇതെല്ലാം ആ പഠനത്തോടൊപ്പം തന്നെ അവർക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അത്രയും ടൈം അവിടെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്, ലൈക്ക് അക്കാഡമിക്കലി, ലൈക്ക് നിങ്ങളൊരു പുതിയ വെഞ്ചറാണ്, അപ്പോൾ ഈ ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാഡമിയിൽ നമുക്ക് ഈ 21st century സ്കിൽ സെറ്റിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളവിടെ ചെയ്യുന്നത്? ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. ഐ റിയലി ലൈക്ക് ദിസ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്കാണ് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത്. ആർ പീപ്പിൾ എംപ്ലോയബിൾ? ആളുകൾ എംപ്ലോയബിൾ ആക്കാനാണല്ലോ അടിസ്ഥാനപരമായി ഇന്ത്യൻ എഡ്യൂക്കേഷൻ എംപ്ലോയബിലിറ്റിയായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഏതൊരു കുഞ്ഞിനെയും കൊണ്ടുപോയി സ്കൂളിൽ ചേർക്കുന്നത് നല്ലൊരു ജോലിക്കാരനാക്കി തരൂ എന്ന് പറഞ്ഞിട്ടാണ്. ഐ റിയലി ഒബ്ജക്ട് ടു ഇറ്റ്. പക്ഷേ കോമൺലി നമ്മൾ കണ്ടുള്ളത് അങ്ങനെയാണ്. 15-17 വർഷം കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തൊരു കുട്ടി പുറത്ത് വന്നൊരു ജോലിക്ക് കയറുന്ന സമയത്ത് ദ ക്വസ്റ്റ്യൻ ഈസ് ഹി എംപ്ലോയബിൾ? ഇപ്പോൾ ഡോക്ടർ പറയുന്നു അങ്ങനെ എംപ്ലോയബിൾ ആയി കാണാറില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പൊതുവേ നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോർ അക്കാഡമിക് ഏരിയാസ് ആയിരുന്നു. ടെക്നിക്കലായിട്ട് കുട്ടി പഠിക്കേണ്ട ഭാഗങ്ങളെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, കാണാതെ ഇരുത്തി പഠിപ്പിച്ച് ബൈഹാർട്ടാക്കി പഠിപ്പിച്ച് അവൻ പരീക്ഷ നന്നായി മാർക്ക് മേടിച്ച് അവസാനം ജോലിക്ക് പോവുക എന്നുള്ളതാണ്. എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുറവുണ്ട് എന്ന ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കമ്മ്യൂണിക്കേഷനാണ് എന്ന് പറഞ്ഞു. നമുക്ക് അവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നാൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ അക്കാഡമീസ് കോർ അക്കാഡമിക്സ് കോണ്ടൻറ്റിൻ്റെ കൂടെ ഇംഗ്ലീഷുകളും കൂടി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഇംഗ്ലീഷ് എഴുതാനൊക്കെ കൂടുതൽ. ഇത് 17 വർഷം കുട്ടി സ്കൂളിൽ പഠിച്ച് കോളേജിൽ പഠിച്ചതിന് ശേഷമാണെന്ന് ആലോചിക്കണം. എന്നിട്ട് ഈ കുട്ടിയെ എംപ്ലോയബിൾ ആണ് എന്നവർ സർട്ടിഫൈ ചെയ്തു. ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എംപ്ലോയബിലിറ്റി സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത് ഇവിടെ സ്പോക്കൺ ഇംഗ്ലീഷാണ്. പക്ഷേ ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാഡമി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഏരിയയെ വളരെ സ്പെസിഫിക് ആയി കണ്ടുകൊണ്ട് 21st century സ്കിൽസ്, ഡോക്ടർ എടുത്തു പറഞ്ഞതുപോലെ 21st century സ്കിൽസ്, ഒരു കുട്ടിയുടെ അഡാപ്റ്റബിലിറ്റി, ക്രിയേറ്റിവിറ്റി, ഇമോഷണൽ ഇൻ്റലിജൻസ്, അതിനോടൊപ്പം കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ മറ്റു പല ക്വാളിറ്റീസും ഡെവലപ്പ് ചെയ്യാൻ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സിലബസിലോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ 21st century സ്കിൽസ് നമുക്കൊരു 14-15 സ്കിൽസുകളുണ്ട്. 2 അഡീഷണൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള സ്കിൽസുകളാണ്. അങ്ങനെ മൊത്തം 17 അഡീഷണൽ സ്കിൽസ് ഈ കുട്ടിക്ക് കിട്ടത്തക്ക രീതിയിലാണ് നമ്മുടെ ഓരോ സിലബസുകളും തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാഡമിയിൽ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഗ്രാം കഴിയുന്നത് ഈ സ്കില്ലുകളോടുകൂടിയായിരിക്കും. കോൺഫിഡൻ്റ് ആയിട്ടും എനിക്ക് പറയാൻ പറ്റും നമ്മുടെ ഓരോ സ്റ്റുഡൻറ്റും ആ അർത്ഥത്തിൽ വലിയ അളവിൽ എംപ്ലോയബിൾ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ എംപ്ലോയബിലിറ്റി അല്ല, ഇത് ശരിക്കും എംപ്ലോയബിൾ ആയിരിക്കും. അതായത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ
നമ്മൾ അഡീഷണൽ സ്കിൽ സെറ്റ്സ് ഈ അക്കാഡമിക് ഇറ കഴിഞ്ഞതിന് ശേഷം അഡീഷണൽ സ്കിൽ സെറ്റ്സും പഠിച്ചു. പിന്നെ അതിന് ശേഷം പലപ്പോഴും ചിലർ ഇനി കോർ ഏരിയയിൽ തന്നെ പലപ്പോഴും ബ്രിഡ്ജ് കോഴ്സുകളും പലതും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ അറ്റ് എ സ്ട്രെച്ച് അവർക്ക് വേണ്ട അവരുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനും പ്ലസ് സ്കിൽ സെറ്റ്സും ബാക്കി അതർ ഡെവലപ്മെന്റൽ സ്കിൽസും കൂടെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉള്ളതാണ്. എക്സാക്ട്ലി. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മളിതിനെ സോഫ്റ്റ് സ്കിൽ, ഹാർഡ് സ്കിൽ എന്ന രീതിയിലായിരുന്നു നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഐ മീൻ ഇപ്പോഴും ആളുകൾ അങ്ങനെയാണ് കാണുന്നത്. ഹ്യൂമൻ സ്കില്ലായിട്ടല്ല നമ്മൾ കണ്ടിട്ടുള്ളത്. വി ആർ കൺസേൺഡ് അബൌട്ട് ഹ്യൂമൻ സ്കിൽസ്. ഇവരെ എല്ലാം എംപ്ലോയബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ അവരെ വെറുതെ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് പഠിപ്പിച്ച് സോഫ്റ്റ് സ്കിൽസ് പഠിപ്പിച്ചു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വി നീഡ് ടു ടീച്ച് ദം ഓർ വി നീഡ് ടു പ്രൊവൈഡ് ദം വിത്ത് ഹ്യൂമൻ സ്കിൽസ്. അവിടെയാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഗ്യാപ്പുകളെല്ലാം കിടക്കുന്നത്. സോ ദർ ആർ എ ഫ്യൂ മെത്തേഡ്സ് ടു എൻഗേജ് ദ സ്റ്റുഡൻസ് വിത്ത് ഹ്യൂമൻ സ്കിൽസ് ആൻഡ് അത് നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് നൽകുന്നുണ്ട്. യെസ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു 2 കാൻഡിഡേറ്റ്സിനെ നമ്മൾ റെഗുലറായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രോ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനാണ് നമ്മളെപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. സോ അതെല്ലാം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലാണ് നിങ്ങളത് എൻഹാൻസ് ചെയ്യാനുള്ളൊരു മെത്തേഡ്? ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം നമുക്ക് വേണമെങ്കിൽ ആ മൊത്തം പദ്ധതിയെ, ആ മൊത്തം കോഴ്സിനെ, 1 വർഷത്തെ കോഴ്സാണോ 2 വർഷത്തെ കോഴ്സിനെ ക്ലാസ് റൂമിനകത്ത് ഇരുത്തിക്കൊണ്ട് ഒരു ടെക്സ്റ്റ് ബുക്കും നൽകിക്കൊണ്ട് ഓരോ ദിവസവും ലെക്ചർ കൊടുത്ത് കുട്ടികളെ കൊണ്ട് ഓരോ അസൈൻമെൻറ്റും ചെയ്യിപ്പിച്ച് 2 വർഷം കഴിഞ്ഞ് സർട്ടിഫിക്കേഷൻ കൊടുത്ത് എക്സാം കൊടുത്ത് വിടാം. ഇറ്റ്സ് വെരി മച്ച് പോസിബിൾ ഇൻ കേരള, ഇൻ ഇന്ത്യ. കാരണം ഇപ്പോഴും അത് ട്രഡീഷണലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അത് വളരെ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സംവിധാനം. ബട്ട് ഇൻസ്റ്റഡ് നമ്മൾ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനെ കൂടുതൽ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്കുമായി തീരെ ബന്ധം പുലർത്തുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്കൊക്കെ ആവശ്യമാണ്. ഒരു ഗൈഡ് എന്ന രീതിയിൽ കുട്ടിയുടെ കയ്യിൽ ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ ഉള്ളത് നല്ലതാണ്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലോട്ട് ഒതുക്കുക എന്ന് പറയുന്നത് ക്രൈമാണ്. കാരണം 21st സെഞ്ച്വറിയിൽ വന്നുകൊണ്ട് നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിലോട്ട് മാത്രം കണക്ട് ചെയ്ത് നിർത്തുന്നത് ചെയ്യാൻ പാടില്ല. പകരം ഇപ്പോൾ ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റലിൽ നമ്മുടെ സ്റ്റുഡൻസ് വന്ന് ഓരോ മാസവും പഠിക്കുന്ന, ഒരു മാസം പഠിക്കുന്ന മോഡ്യൂളിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് വിധേയമാവുന്നുണ്ട്. അപ്പോൾ ഓരോ മാസവും കുട്ടി പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ വരികയും ആ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണോ പഠിച്ചിട്ടുള്ളത്, ഏത് ഏരിയനെ കുറിച്ചിട്ടാണോ പഠിച്ചിട്ടുള്ളത്, ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനുമായി മെൻറ്റർഷിപ്പ് എടുത്തുകൊണ്ട് ഒരു നിശ്ചിത കാലയളവിൽ അവിടെ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് വിധേയമാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസ് റൂം എങ്ങനെയാണ് സംവിധാനപ്പെടുത്തേണ്ടത്? നമുക്ക് ഒരു സമയത്ത് ക്ലാസ് റൂം വരിയായി ബെഞ്ചിട്ടിരിക്കുന്ന ക്ലാസ് റൂമുകൾ, നമുക്കതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇനി അതിന് ആവശ്യമുണ്ടോ? നമുക്ക് VR ടെക്നോളജീസ് അവൈലബിൾ ആണ്. ഒരാശുപത്രിയെ നമുക്ക് ഇവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ എനിക്ക് US ഹോസ്പിറ്റൽസിനെ കാണിച്ചു കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക്. അപ്പോൾ മാക്സിമം ടെക്നോളജീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 200-300 ആശുപത്രികളെയാണ് നമ്മുടെ ഓരോ കുട്ടികളും ഒരു കോഴ്സ് കഴിയുന്നതിനുള്ളിലായിട്ട് VR ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രിയുടെ ഓരോ ഭാഗവും ആർക്കിടെക്ചറൽ ഡിസൈനിങ്, പേഷ്യൻ്റ് ക്യൂ മാനേജ്മെൻറ്റ്, മറ്റു എല്ലാ വിഷയങ്ങളെക്കുറിച്ചും റിയൽ ടൈമായിട്ട് ഇത് കണ്ടുപഠിക്കുന്നത്. അത് അങ്ങനെയുള്ള ടെക്നോളജീസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. 3 മിനി പ്രൊജക്ട്സ് ആണ്. ഓരോ മോഡ്യൂളുകളും കഴിയുമ്പോഴും ആ കുട്ടിയെ നമ്മൾ എൻടൈറ്റിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടിയെ റെസ്പോൺസിബിൾ ആക്കുന്നത് ആ പഠിച്ച അത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മിനി പ്രൊജക്റ്റ് ഒരു ഹോസ്പിറ്റലുമായി ചെയ്തിട്ട് വരൂ എന്നുള്ളതാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടി ഇത് ആകാംക്ഷയോട് കൂടി ഒരു ആശുപത്രിയിൽ പോവുകയും ഫ്യൂച്ചറൈസ് ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ, നമുക്ക് കേരളത്തിൽ നിരവധി ഹോസ്പിറ്റൽസുമായി നമ്മൾ കൊളാബറേറ്ററാണ് ഈ ഒരു വിഷയത്തിൽ, ഹോസ്പിറ്റലുകളിൽ പോവുകയും ആ കുട്ടി പഠിച്ച കാര്യവുമായി ബന്ധപ്പെട്ട ഒരു മിനി പ്രൊജക്റ്റ് ചെയ്ത് വളരെ സാറ്റിസ്ഫാക്ടറി ലെവലിലുള്ള പ്രൊജക്റ്റ്, അത് ആശുപത്രിയിൽ നിന്നുള്ള റെസ്പോൺസും ഫീഡ്ബാക്കും കിട്ടുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം പഠിക്കുന്ന സമയത്ത് കുട്ടിക്ക് എക്സ്പീരിയൻസ് നൽകുക. അങ്ങനെയാണെങ്കിൽ 1 വർഷം പഠിച്ച കുട്ടി 1 വർഷം കഴിയുമ്പോൾ 1 വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റുഡൻ്റാണ്. അത് വലിയ വ്യത്യാസം ഈ പറഞ്ഞ
ഈ എംപ്ലോയബിലിറ്റി ഗ്യാപ്പിലുണ്ടാവും, അല്ലെങ്കിൽ അത്തരം സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യുന്നത് സഹായിക്കും. അപ്പോൾ ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാഡമിക്ക് മാത്രം എക്സ്ക്ലൂസീവ്ലി ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. അതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുട്ടികളെ ചെറിയ പ്രൊജക്റ്റുകളോ അല്ലെങ്കിൽ ചെറിയ വർക്കുകളോ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അവർ പഠിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ നൽകിക്കൊണ്ട് അതിന് സ്റ്റൈപ്പൻഡ് കൂടി നൽകുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യലി കുട്ടിയെ അത് ഒന്ന് ബൂസ്റ്റ് ചെയ്യും, കുട്ടിക്ക് ഒരു ഗ്രാറ്റിഫിക്കേഷൻ ലഭിക്കും, പഠിക്കുന്ന സമയത്തെ ഒരു ചെറിയ റിവാർഡ് ലഭിക്കുന്നു. ഓരോ മാസത്തെയും ക്ലാസ് കഴിയുമ്പോൾ അയാൾക്ക് ആശുപത്രിയിൽ നേരിട്ട് കണ്ട് ആ ഏരിയയുമായി ബന്ധപ്പെട്ട ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റുമായി നേരിട്ടൊരു മെൻറ്റർഷിപ്പ് ലഭിക്കുന്നു. പഠിക്കുന്ന സമയത്തെ VR ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആശുപത്രിയെ നേരിട്ട് കാണാൻ കഴിയുന്നു, പോരായ്മകളോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റോ സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നു. അതിനോടൊപ്പം ചെറിയ മിനി പ്രൊജക്ട്സുകൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംഭവബഹുലമായ ഒരു പാഠ്യപദ്ധതിയാണ് നമ്മുടേത്. അത് തികച്ചും വ്യത്യസ്തമാണ്, കുട്ടികൾ വളരെ രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണത്. ഓക്കെ, കമ്മിങ് ടു ദ ഫൈനൽ അല്ലെങ്കിൽ എൻഡ് സെഷൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ടെക്നോളജിയാണ് ഇനിയുള്ള കാലഘട്ടം എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇപ്പോൾ പഴയ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് വലിയ കുടുംബം ആ ഒരു രീതിയിലായിരുന്നു. ഇപ്പോൾ എല്ലാം ന്യൂക്ലിയർ ഫാമിലീസാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ഇറ്റ് ടേക്സ് എ വില്ലേജ് ടു റേസ് എ ചൈൽഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ കുടുംബമായിട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും ഒരു അക്കാഡമി എന്നുള്ള നിലയിൽ. സോ അവരുടെ ഉള്ളിൽ ഒരു കമ്പാഷനേറ്റ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ? Unlike any other profession, healthcare professions are in general considered noble and ഭയങ്കര ഇമോഷണലി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ജോലിയാണ് ഹെൽത്ത് കെയർ. നമുക്ക് സന്തോഷം എന്ന് പറയുന്ന 3 ഘട്ടങ്ങളാണ് ജനറലി ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ഹാപ്പിനെസ്, 2 സാറ്റിസ്ഫാക്ഷൻ, ആൻഡ് ദ തേർഡ് വൺ ഈസ് കോണ്ടൻറ്റ്. ആക്ച്വലി നമുക്ക് പരിപൂർണമായൊരു സംതൃപ്തി ഉണ്ടാവുക എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ ജോലി ചെയ്യുന്ന ഇപ്പോൾ ഞാനൊരു ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റ് ആണ്. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ നേരത്തെ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ വീക്കെൻഡിൽ അല്ലെങ്കിൽ എല്ലാ വീക്കെൻഡുകളിലും 2 ഡോക്ടർ പോരാ, 4 ഡോക്ടർ വേണം എന്ന് ഞാൻ എടുക്കുന്നൊരു തീരുമാനമാണ് ആ വീക്കെൻഡുകളിൽ രാത്രി ബൈക്കുമായിട്ട് ഇറങ്ങുന്ന പിള്ളേർ ആക്സിഡൻറ്റിൽ പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു തീരുമാനം. ചില ആക്റ്റുകൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു റെസ്പോൺസ് ഭയങ്കരമായ സന്തോഷമായിരിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു പ്രായമായ ഒരു അമ്മയെ റോഡിന് അപ്പുറത്തിരുന്ന് കൈപിടിച്ച് ഇപ്പുറത്ത് കിട്ടുമ്പോൾ നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല, നമുക്കൊരു വളരെയധികം ഒരു സന്തോഷമാണ് കിട്ടുന്നത്. നമുക്ക് ആദ്യത്തെ സാലറി കിട്ടിയിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം മേടിച്ച് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഈ സന്തോഷമാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് ജോലിയിലൂടെ ലഭിക്കുന്നത്. ഒരാളെ ലൈഫ് സേവ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത ഒരു തീരുമാനത്തിലൂടെ ഒരാളുടെ ലൈഫ് സേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നു, ഒരു ക്വാളിറ്റി ഓഫ് കെയർ ബെറ്റർ ആവുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ നമ്മൾ സേവ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു ലാർജർ കോഴ്സിൽ നടക്കുന്നൊരു ജോലിയാണ് ഹെൽത്ത് കെയർ പ്രൊഫഷൻ എന്ന് പറയുന്നത്. തീർച്ചയായും ഈ ജോലി ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും ഒരു മെൻറ്റാലിറ്റിയിൽ ഈ ഏരിയയിലോട്ട് വന്നിട്ടും കാര്യമില്ല. സോ വി മേക്ക് ഷുവർ എവറി സ്റ്റുഡൻറ്റ് ദാറ്റ് അപ്രോച്ചസ് ഫോർ ദിസ് പ്രോഗ്രാം അവർക്ക് ഈ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന മേഖലയിൽ ജോലി ഒരു താല്പര്യമുണ്ടായിരിക്കണം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുട്ടികളോട് ചോദിക്കുന്നൊരു കാര്യമാണ്. 2, ഹെൽത്ത് കെയർ എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് വെബിനാറുകളിലൂടെയും ചെറിയ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ കുട്ടിയെ നമ്മൾ ഇതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട് അയാളെ ഇതിനെ മുഴുവൻ അവെയർ ആക്കിക്കൊണ്ട് ഇതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ ഇൻവോൾവ് ആവാൻ പോകുന്ന മേഖലകൾ എന്ന് ആ കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഈ പ്രോഗ്രാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ ഫൈനലി വെൻ ദേ ബിക്കം പ്രൊഫഷണൽ ഔട്ട് ഓഫ് ദ ബ്ലൂ പോയിട്ട് അവർ ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമല്ല. അവർക്ക് വളരെ നേരത്തെ അറിയാം എന്ത് ജോലിയാണ് അവർ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ പുറകിലുള്ള ഇൻറ്റൻഷൻ എന്താണ്, എത്രത്തോളം ഇതിന് ഇമ്പാക്റ്റ് ആ ഒരു വ്യക്തിയിലൂടെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതെല്ലാം അവർ കൃത്യമായി ബോധ്യമുള്ളവരാണ്, അറ്റ്ലീസ്റ്റ് ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാഡമിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ നമ്മുടെമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശുപത്രികളും മറ്റു ഇതര ഹെൽത്ത് കെയർ സ്ഥാപനങ്ങളിലോട്ടും നമ്മുടെ സ്റ്റുഡൻസിനെ കുറിച്ച് പറയാറുള്ളത്, നമ്മുടെ സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പ്ലേസ് ചെയ്യാം, എവിടെയും ഏത് ഉത്തരവാദിത്തപ്പെട്ട ജോലിയും കൊടുക്കാം.
കാരണം ആ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവരാണവർ. അതിന് വേണ്ടതെല്ലാം നമ്മുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നടപ്പിൽ വരുത്തുന്നുണ്ട്. സോ ഹാറ്റ്സ് ഓഫ് ടു ദ ടീം ഫ്യൂച്ചറൈസ് ഹെൽത്ത് കെയർ അക്കാഡമി. കാരണം ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കിയാലും അതല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും വളരെ ടൈം സേവിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഒരു മൊത്തം കരിക്കുലം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എവിടെയൊക്കെ ഗ്യാപ്പുകളുണ്ടോ അതിനെല്ലാം ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിൽ ഈവൻ ഇമോഷണൽ ഇൻ്റലിജൻസ് അടക്കം, അതായത് ഈ ഒരു ജനറേഷൻ ഫേസ് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണത്. ഇപ്പോൾ നമ്മൾ വോയിസ് അസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ കുട്ടികൾക്ക് ക്വിക്ക് ഡിസിഷൻസ് ആണ്. അവർ മുമ്പെല്ലാം നമ്മൾ പാരൻസിൻ്റെ അടുത്തോ ടീച്ചേഴ്സിനോട് അടുത്തെല്ലാം ഡൗട്ട് ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം മാറി. ഇപ്പോൾ അവർക്ക് ക്വിക്ക് ആൻസേഴ്സ് കിട്ടുകയാണ്, ക്വിക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മാക്സിമം അവർക്ക് വേണ്ടാത്ത കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ വെറുതെ ഡ്രാഗ് ആവുന്ന കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഇൻകോപ്പറേറ്റ് ചെയ്ത് ഈ സ്കിൽ സെറ്റ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങളും ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു കംപ്ലീറ്റ് പാക്കേജ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല ഇത് ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈപ്പൻറ്റോട് കൂടി പഠിക്കുമ്പോൾ അവർക്കൊരു അച്ചീവ്മെൻറ്റ് സാറ്റിസ്ഫാക്ഷനാണ് അവിടെ ഉണ്ടാകുന്നത്. സോ അതും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ വിർച്വൽ റിയാലിറ്റി. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെ സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഫ്യൂച്ചറിസ്റ്റിക് വിഷനാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ്സ് റിയലി അമേസിങ് ആൻഡ് ഐ എം റിയലി ഹാപ്പി ടു വർക്ക് വിത്ത് ദിസ് അക്കാഡമി. താങ്ക് യു സോ മച്ച്.